ഇന്നത്തെ നമ്മുടെ വീഡിയോ തണ്ണിമത്തങ്ങ എങ്ങനെ കുരുവില്ലാണ്ട് കട്ട് ചെയ്ത് എടുക്കാമെന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും വിചാരിക്കും തണ്ണിമത്തങ്ങയുടെ കുരു കഴിക്കുന്നത് നല്ലതാണ്, അപ്പോൾ കുരുവോട് കൂടി കട്ട് ചെയ്തെടുത്താൽ എന്താണെന്നുള്ളത്. പക്ഷേ നമ്മൾ അമ്മമാർക്ക് ചെറിയ കുഞ്ഞുങ്ങളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ തണ്ണിമത്തങ്ങ കുരുവോട് കൂടി കൊടുക്കാനായിട്ട് ഭയമായിരിക്കും. തൊണ്ടയിലോ മറ്റോ കുരുങ്ങുമോ എന്നൊക്കെ നമ്മൾ വിചാരിക്കാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ജ്യൂസ് അടിക്കണമെങ്കിലും തണ്ണിമത്തങ്ങയുടെ കുരു കളഞ്ഞെടുക്കണം. അപ്പോൾ അതിനായിട്ട് എങ്ങനെ നല്ല പോലെ കുരുവില്ലാണ്ട് തണ്ണിമത്തങ്ങ കട്ട് ചെയ്തെടുക്കാമെന്ന് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്തത്. അതുപോലെ തന്നെ ഒട്ടുമിക്ക ആളുകൾക്കും നല്ല തണ്ണിമത്തങ്ങ നോക്കി വാങ്ങിയെടുക്കാനായിട്ട് അറിയാറില്ല. നല്ല പഴുത്ത തണ്ണിമത്തങ്ങ എങ്ങനെ നമുക്ക് നോക്കിയെടുക്കാം. ഒപ്പം തന്നെ ഇത്രയും വലിയൊരു തണ്ണിമത്തങ്ങ നമ്മൾ കട്ട് ചെയ്തെടുത്താൽ ഒരു ദിവസം കൊണ്ട് കഴിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ നമുക്ക് ഒരാഴ്ച വരെയൊക്കെ ഇതെങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാമെന്നുള്ളതും ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. വീഡിയോ കണ്ടു നോക്കൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുതേ. ആദ്യം തന്നെ നമുക്ക് തണ്ണിമത്തങ്ങ സോപ്പോ ഡിഷ് വാഷോ ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കാം. അതിനുശേഷം വേണം നമ്മൾ കട്ട് ചെയ്ത് എടുക്കാനായിട്ട്. ഇനി നമുക്ക് നല്ല തണ്ണിമത്തങ്ങ എങ്ങനെ നോക്കി വാങ്ങിയെടുക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഇതുപോലെയുള്ള വരികളുണ്ടല്ലോ, ഈ വരികൾ നല്ല ഡാർക്ക് ഗ്രീൻ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ തണ്ണിമത്തങ്ങ നല്ലതുപോലെ വിളഞ്ഞതാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. എപ്പോഴും നമ്മൾ തണ്ണിമത്തങ്ങ വാങ്ങുന്ന സമയത്ത് ഇതിൻ്റെ വരികൾ നല്ല പോലെ പച്ച കളറിലുള്ളത് വാങ്ങാനായിട്ട് ശ്രമിക്കണം. അതുപോലെ തന്നെ അതിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ ഇതുപോലെ ഒരു ലൈറ്റ് യെല്ലോ കളറിൽ വരുവാണെങ്കിൽ നല്ല പഴുത്ത തണ്ണിമത്തങ്ങയായിരിക്കും. ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല തണ്ണിമത്തങ്ങ നോക്കി വാങ്ങിച്ചെടുക്കാനായിട്ട് കഴിയും. ഇനി നമുക്കിത് കുരുവില്ലാണ്ട് എങ്ങനെ കട്ട് ചെയ്ത് എടുക്കാമെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ ആദ്യം തണ്ണിമത്തങ്ങയുടെ മുകൾ ഭാഗവും താഴ്ഭാഗവും വട്ടത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ദേ ഈ ഒരു രീതിയിൽ. ചക്കയൊക്കെ ചിലർ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്ത് എടുക്കാറുണ്ട്. അപ്പോൾ നീ നോക്കിയാൽ നമ്മുടെ തണ്ണിമത്തങ്ങ നല്ല പോലെ വിളഞ്ഞ് പഴുത്തിട്ടുള്ള തണ്ണിമത്തങ്ങയാണ്. നല്ല റെഡ് കളറുണ്ട് അല്ലേ. അപ്പോൾ ഇനി നമുക്ക് അടിഭാഗവും കൂടെ ഈ ഒരു രീതിയിലൊന്ന് വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കാം. തണ്ണിമത്തങ്ങ ഈ ഒരു രീതിയിൽ രണ്ട് സൈഡും കട്ട് ചെയ്തതിന് ശേഷം ഇനി നമുക്കിത് നേരെ വെക്കാം. അടിഭാഗം നമ്മൾ വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തത് കൊണ്ട് തന്നെ ഇത് ഉരുണ്ടു പോകാതെ ഇങ്ങനെ നല്ല പോലെ ഇരുന്നു കൊള്ളും. ഇനി നമുക്ക് സൈഡിൽ നിന്ന് കട്ട് ചെയ്തെടുക്കണം. മുകളിൽ നിന്ന് താഴേക്ക് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്ത് എടുത്താൽ മതി. അതിനുള്ളിലുള്ള ഒരു വെള്ള ഭാഗമുണ്ടല്ലോ, അത് കൂടി പോകത്തക്ക രീതിയിൽ വേണം നമ്മൾ കട്ട് ചെയ്ത് എടുക്കാനായിട്ട്. തണ്ണിമത്തങ്ങയുടെ തോട് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരുപാട് കറികൾ തയ്യാറാക്കി എടുക്കാനായിട്ട് കഴിയും. അത്തരത്തിലുള്ള റെസിപ്പികൾ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ പറയാനായിട്ട് മറക്കരുത്. ഇപ്പം നമ്മൾ നല്ലപോലെ തണ്ണിമത്തങ്ങ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ അടിഭാഗത്ത് കുറച്ചുകൂടി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനുണ്ട്. അപ്പം ഞാനത് തിരിച്ച് വെച്ചിട്ട് ഈ ഒരു രീതിയിൽ ഒന്നുകൂടി ഒന്ന് കട്ട് ചെയ്ത് അതിൻ്റെ വെള്ള ഭാഗമൊക്കെ പോകത്തക്ക രീതിയിൽ തന്നെ നല്ലപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുരുവില്ലാണ്ട് എങ്ങനെ തണ്ണിമത്തങ്ങ കട്ട് ചെയ്തെടുക്കാമെന്ന് നോക്കാം. ഇത്രയും ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് തണ്ണിമത്തങ്ങയുടെ ഉള്ളിലെ കുരു ഇങ്ങനെ കാണാനായിട്ട് കഴിയും. അതെപ്പോഴും ഒരു വരിയായിട്ടായിരിക്കും ഇതിനുള്ളിൽ കാണുക. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇത് അത്യാവശ്യം വലിയ തണ്ണിമത്തങ്ങ ആയതുകൊണ്ട് തന്നെ ഞാനിത് 6 പീസുമായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഓരോ പീസും ഇതുപോലെ മുകളിൽ നിന്ന് താഴേക്ക് ഒന്ന് കട്ട് ചെയ്ത് എടുത്താൽ മാത്രം മതി. അപ്പോൾ നമ്മൾ ആദ്യത്തെ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പം തന്നെ അറിയാം, ഇതിൽ ഒരു സീഡ് മാത്രമാണ് വന്നിട്ടുള്ളത്. ഈ ഒരു രീതിയിൽ നമുക്ക് ബാക്കി 6 പീസും കട്ട് ചെയ്തെടുക്കാനായിട്ട് കഴിയും. ആദ്യത്തെ പീസ് ആയതുകൊണ്ടാണ് കേട്ടോ ഇതിനുള്ളിൽ കുരുകളില്ലാത്തത്. ഇനി നമ്മൾ രണ്ടാമത്തെ പീസ് കട്ട് ചെയ്യുമ്പോൾ ഇതിനുള്ളിൽ അത്യാവശ്യം സീഡ് ഉണ്ടാവും. പക്ഷേ നടുക്കലത്തെ പീസിലും കുരു കുറവായിരിക്കും. അപ്പം നമ്മൾ രണ്ടാമത്തെ പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ പീസിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ വരിയായിട്ടാണ് കുരു ഇതിനുള്ളിലുള്ളത്. അപ്പോൾ നമുക്കിത് ഈസി ആയിട്ട് കളയാൻ കഴിയും. ആദ്യം നമുക്ക് തണ്ണിമത്തങ്ങ മൊത്തം ഒരു 6 പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നടുക്കലത്തെ പീസ് കട്ട് ചെയ്തെടുക്കാം. നടുക്കലത്തെ പീസിൽ 2 സൈഡിൽ മാത്രമായിരിക്കും ഇതിൻ്റെ സീഡുകൾ വരിക. ഇപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും, നടുക്ക് നല്ല ഫ്ലഷാണ്. അതിൻ്റെ 2 സൈഡിൽ മാത്രമാണ് അതിൻ്റെ സീഡ് വന്നിരിക്കുന്നത്. ഈ ഒരു രീതിയിൽ നമ്മൾ മൊത്തത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ എല്ലാ പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 6 പീസായിട്ട് ഞാൻ ഈ ഒരു തണ്ണിമത്തങ്ങ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനുള്ളിൽ നിന്ന് സീഡ് എങ്ങനെയാണ് കളഞ്ഞെടുക്കുന്നതെന്ന് നോക്കാം. ഇതിനുള്ളിൽ സീഡിൻ്റെ അറേഞ്ച്മെൻറ്റ് വന്നിട്ട് ഓരോ ലൈനായിട്ടാണ്. അപ്പോൾ നമുക്ക് കത്തി ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് പോന്തി കൊടുത്താൽ മാത്രം മതി. വളരെ ഈസി ആയിട്ട് നമുക്ക് സീഡ് കളയാനായിട്ട് കഴിയും.
സീഡോട് കൂടി കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ആ ഒരു രീതിയിൽ തന്നെ കഴിക്കാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുഞ്ഞു കുട്ടികളുള്ളവർക്കും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു രീതിയിൽ സീഡ് കളഞ്ഞിട്ട് ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ജ്യൂസ് അടിക്കാൻ നമ്മൾ മിക്കപ്പോഴും തണ്ണിമത്തങ്ങയുടെ സീഡ് കളഞ്ഞിട്ടാണ് ജ്യൂസ് അടിച്ചെടുക്കുന്നത്. അപ്പോഴും നമുക്ക് ഈ ഒരു രീതിയിൽ വളരെ ഈസി ആയിട്ട് സീഡ് കളഞ്ഞെടുത്തിട്ട് ചെറിയ ചെറിയ പീസുകളാക്കി എടുക്കാം. രണ്ടാമത്തെ പീസിൻ്റെ രണ്ട് സൈഡിലും സീഡുകൾ ഉണ്ടാവും. അപ്പോൾ നമ്മൾ കത്തി ഉപയോഗിച്ചിട്ട് ആ ഒരു ലൈൻ ഒന്ന് പോന്തി കൊടുത്താൽ മാത്രം മതി. വളരെ ഈസി ആയിട്ട് നമുക്ക് അതിൻ്റെ സീഡ് കളഞ്ഞെടുക്കാനായിട്ട് കഴിയും. തണ്ണിമത്തങ്ങയുടെ കുരു കളഞ്ഞെടുക്കുന്നത് വളരെ സിമ്പിളാണ് കേട്ടോ. നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന അത്രയ്ക്ക് പോലും ബുദ്ധിമുട്ടില്ലാത്ത ഒന്നാണ്. കുഞ്ഞു കുട്ടികളോട് പറഞ്ഞാൽ പോലും ഒട്ടും സമയമെടുക്കാണ്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഈ തണ്ണിമത്തങ്ങയുടെ കുരു ഇങ്ങനെ കളഞ്ഞെടുക്കുക എന്നുള്ളത്. ഇത് ഞാനിപ്പം എല്ലാ പീസിൽ നിന്നും കുരു കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ആദ്യം ഞാൻ സ്ക്വയർ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇന്ന് ഉപയോഗിക്കാൻ ആവശ്യത്തിനാണ് സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നത്. ബാക്കി വരുന്ന തണ്ണിമത്തങ്ങ ഞാൻ ഒരാഴ്ച വരെ സ്റ്റോർ ചെയ്യാനായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതെങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നതും കൂടി ഞാൻ കാണിച്ചു തരാം. ഈ ഒരു രീതിയിൽ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുമ്പം ഒരു തണ്ണിമത്തങ്ങ മൊത്തവും നമുക്ക് ഒരു ദിവസം ഉപയോഗിക്കാനായിട്ട് കഴിയില്ല. അപ്പോൾ നമ്മൾ ഒരാഴ്ച വരെയൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ആവശ്യമുള്ള സമയത്ത് നമുക്ക് എടുത്തിട്ട് ജ്യൂസ് അടിക്കാനായിട്ട് കഴിയും. ഇപ്പോൾ അതേ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാം, ഒട്ടും തന്നെ ഇതിനുള്ളിൽ സീഡില്ല. അപ്പോൾ അത്രയ്ക്ക് ക്ലീൻ ആയിട്ടാണ് നമ്മൾ നിമിഷം നേരം കൊണ്ട് തണ്ണിമത്തങ്ങ ഇതിൻ്റെ ഉള്ളിലെ സീഡ് എടുത്ത് കളഞ്ഞ് ക്ലീനാക്കി എടുത്തത്. ഇത്രയും ഞാൻ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇന്നത്തേക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ളത്. ബാക്കി ഞാൻ സ്റ്റോർ ചെയ്യാനായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മളിനി സ്റ്റോർ ചെയ്യുന്നത് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബോക്സിനുള്ളിലാണ്. അപ്പോൾ ഞാൻ നടുക്ക് വെച്ച് ഇതുപോലെ 2 പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടാണ് ബോക്സിനുള്ളിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. എയർ ടൈറ്റ് ആയിട്ടുള്ള ബോക്സ് ഇല്ലാത്തവർക്ക് സിപ്ലോക്ക് ബാഗിലും ഈ ഒരു രീതിയിൽ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. ഞാൻ ഒരാഴ്ച വരെയാണ് ഇത് സ്റ്റോർ ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് ഒരു മാസം വരെയൊക്കെ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓരോ ലെയറിനും മുകളിലും കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു രീതിയിൽ സ്റ്റോർ ചെയ്ത് ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ ഒരു മാസം വരെയൊക്കെ നമുക്ക് ഈ ഒരു തണ്ണിമത്തങ്ങ ഉപയോഗിക്കാനായിട്ട് കഴിയും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചെറിയ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്നാണ് ഞാൻ കരുതുന്നത്. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. ഒപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കില്ലല്ലോ. ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുന്ന ടൈമിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ പ്രസ് ചെയ്യണം. അപ്പോൾ മാത്രമാണ് ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഇനി നിങ്ങൾ ഈ വീഡിയോ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത്. ഒപ്പം തന്നെ നമ്മുടെ ഇൻസ്റ്റാ പേജും ഒന്ന് ഫോളോ ചെയ്യണേ. അപ്പോൾ ഇനി നമുക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.